വടകര താലൂക്ക് ഓഫീസ് തീവപ്പ് കേസിൽ ഹൈദരാബാദ് സ്വദേശിയായ പ്രതി നാരായണ സതീഷിനെ വെറുതെ വിട്ടു കോടതി. വടകര തീവപ്പ് ഉൾപ്പെടെ 4 കേസുകളിൽ നിന്നും സതീഷിനെ കോടതി കുറ്റമുക്തനാക്കി. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറഞ്ഞു. വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, തീവപ്പിനുള്ള കാരണമായി ഈ പ്രതി പറഞ്ഞതൊക്കെ വിചിത്രമായ കാരണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ആലോചിച്ചതാണ്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയത് എങ്ങനെയാണ് അഭിജിത്ത്? ഹഷ്മി, ഏതായാലും പ്രോസിക്യൂഷന് തങ്ങളുടെ കണ്ടെത്തലുകൾ ഈ പ്രതിക്കുമേലുള്ള കുറ്റങ്ങൾ തെളിയിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഉത്തരവിൽ പറയുന്നത്. 2021 ഡിസംബർ 17-നായിരുന്നു വടകര താലൂക്ക് ഓഫീസിന് തീപിടിച്ചത്. ഈ ഒരു കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഫയലുകൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹൈദരാബാദ് സ്വദേശിയായ ഈ നാരായണ സതീഷിനെ പോലീസ് പിടികൂടുന്നത്. ഇതിനു മുൻപ്, അതായത് ഈ വടകര താലൂക്ക് ഓഫീസ് തീവച്ച് നശിക്കപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 3 കെട്ടിടങ്ങളും സമാനമായ രീതിയിൽ തീവച്ച് നശിപ്പിച്ചിരുന്നു. ഈ 3 കെട്ടിടങ്ങൾ നശിപ്പിച്ച കേസിൽ ഉൾപ്പെടെ പ്രതി ചേർത്താണ് ഈ പോലീസ് ഈ നാരായണ സതീഷിനെ പിടികൂടിയത്. പ്രധാനമായും പോലീസ് CCTV, ഒപ്പം തന്നെ ഈ സമീപത്തെ DO ഓഫീസ്, ഒരു തീവച്ച് നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്ന DO ഓഫീസിന്റെ ചുവരിലുണ്ടായിരുന്ന തെലുങ്കിലുള്ള ഒരു എഴുത്ത്, ഇതൊക്കെ ആണ് ഈ നാരായണ സതീഷിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഏതായാലും ഈ തെളിവുകൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് നിലവിൽ കോടതിയുടെ ഒരു കണ്ടെത്തലായി വരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് ഈ നാരായണ സതീഷ് ആണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ ഏതായാലും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2021-ലാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. ലക്ഷക്കണക്കിന് ഈ ഫയലുകൾ നശിച്ചിരുന്നു. ഏതാണ്ട് 150 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു അത്, ഈ താലൂക്ക് ഓഫീസ്. അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ കേസിലാണ് നിലവിൽ ഈ ഒരു പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നിസ്സംശയം അതൊരു പ്രോസിക്യൂഷന്റെ വീഴ്ചയായി തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താം. ഹാഷ്മി, യെസ്, വലിയ ദുരൂഹത ഉണ്ടാക്കിയ ഒരു തീവപ്പാണത്. എന്തിനാണ് കാരണം എന്നതിലടക്കം ഇപ്പോഴും അവ്യക്തതയാണ്. ഇപ്പോൾ നാരായണ സതീഷ് അല്ല പ്രതിയെങ്കിൽ പിന്നെ ആരാണ് പ്രതി എന്നൊരു ചോദ്യമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിൽ തുടരന്വേഷണം നടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.